ക്രൈസ്തവ വിരുദ്ധ നിലപാടുകളുമായി പുറംതിരിഞ്ഞു നിൽക്കുന്ന ഏതാനും ചില വൈദികരോട് ക്രൈസ്തവരും ക്രൈസ്തവ സംഘടനകളും ഉന്നയിക്കുന്ന പൊതുവായ ആവശ്യങ്ങളോടും അവർ ഉയർത്തുന്ന സമുദായത്തെ സംബന്ധിച്ച പ്രശ്നങ്ങളോടും സഭാ നേതൃത്വത്തോടും സഭയുടെ പഠനങ്ങളോടും നിഷേധാത്മക നിലപാടുകളോടെ തീർത്തും ക്രൈസ്തവ വിരുദ്ധമായ നിലപാട് എടുക്കുന്നവരായി ചില പുരോഹിതർ ഈ നാളുകളിൽ പരസ്യമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ലവ് ജിഹാദ് കേരളത്തിൽ പടർന്നു പന്തലിക്കുന്ന തീവ്രവാദം തുടങ്ങി ക്രൈസ്തവ സമുദായത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങളിലെല്ലാം ഇവരിൽ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായത് ക്രൈസ്തവ സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ തന്നെ ദുർബലമാക്കുന്ന പരാമർശങ്ങളും പ്രവൃത്തികളുമാണ്. അതുകൊണ്ട് ഇത്തരം നിലപാടെടുക്കുന്ന അപൂർവം വൈദികരോട് ഈ വൈകിയ വേളയിൽ ചോദിക്കുവാനുള്ള ചോദ്യം ഒന്നു മാത്രം: നിങ്ങൾ ക്രൈസ്തവ സഭകളുടെ കൂടെയോ അതോ ക്രൈസ്തവ സഭയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുടെ പക്ഷത്തോ? ഇവിടെ ശരീരവും അവിടെ മനസ്സുമായി നിങ്ങൾക്ക് എത്ര നാൾ മുന്നോട്ട് പോകാനാകും? ഈ വിഭാഗത്തിൽപ്പെട്ട വൈദികരെ ഉപയോഗിച്ച് സഭയെ ദുർബലമാക്കുവാനും സഭയെ താറടിക്കുവാനും ചില തീവ്രവാദ ഗ്രൂപ്പുകൾ ശ്രമം തുടങ്ങിയിട്ട് കാലങ്ങളായി. അതിന് അവർ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് ഓൺലൈൻ ചാനൽ അഭിമുഖങ്ങൾ. ഇത്തരം അഭിമുഖങ്ങളിലേക്ക് സഭയ്ക്കുള്ളിൽ അതൃപ്തരായി കഴിയുന്ന ഈ വൈദികർ ക്ഷണിക്കപ്പെടുന്നു. സഭയെ ആക്രമിക്കുവാൻ തക്ക ഉത്തരങ്ങൾ ലഭിക്കത്തക്ക വിധത്തിൽ അവർക്ക് ചോദ്യങ്ങൾ നൽകുന്നു. പങ്കെടുക്കുന്ന വൈദികർ സഭാ അധികാരികളോട് തങ്ങൾക്ക് വ്യക്തിപരമായുള്ള വിദ്വേഷം തീർക്കുവാൻ വേണ്ടി കൂടി ഇത്തരം വേദികൾ ഉപയോഗിക്കുന്നു. അതിനുവേണ്ടി അവർ സഭയും ക്രൈസ്തവ സമൂഹം ഒന്നടങ്കവും ഉന്നയിക്കുന്ന തീർത്തും ന്യായമായ ആവശ്യങ്ങളിലും പരാതികളിൽ പോലും യാതൊരു കഴമ്പുമില്ല എന്ന സ്ഥിരം പല്ലവി അവിടെ ആവർത്തിക്കുന്നു. അങ്ങനെ സഭയുടെ ശത്രുക്കൾക്ക് സഭയെ അടിക്കുവാനുള്ള ആയുധം സഭയിലെ ഈ വൈദികരിലൂടെ തന്നെ ലഭിക്കുന്നു. ഈ അടുത്ത കാലത്ത് ക്രൈസ്തവർ ഉയർത്തിക്കൊണ്ടുവന്ന പൊതുസമൂഹത്തിന്റെയും ഗവൺമെന്റിന്റെയും അടിയന്തര ശ്രദ്ധ പതിയേണ്ട വിഷയങ്ങളായ ലവ് ജിഹാദ്, കേരളത്തിൽ വ്യാപിക്കുന്ന തീവ്രവാദം എന്നീ വിഷയങ്ങളിൽ ഇവരെടുത്ത നിലപാടുകൾ ഉദാഹരണങ്ങളായി നമ്മുടെ കൺമുൻപിലുണ്ട്. ഈ വൈദികരോട് പറയാനുള്ളത് ഇതാണ്: ദൈവ തിരുമുമ്പാകെ ദൈവജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ട നിങ്ങൾ നിങ്ങളുടെ വിളിയുടെ മഹത്വം തിരിച്ചറിയണം. ക്രൈസ്തവ സഭയുടെ ശത്രുക്കൾ ഒരുക്കുന്ന കെണികളിൽ തലവെച്ചു കൊടുത്ത് സഭയോട് ഉള്ളതിനേക്കാൾ കൂറ് സഭയുടെ ശത്രുക്കളോട് കാണിക്കുന്നത് 30 വെള്ളിക്കാശിന് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത പണി തന്നെയാണ്. തെറ്റ് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പിന്തിരിയുവാൻ ഇനിയെങ്കിലും നിങ്ങൾ തയ്യാറാകണം. അവരതിന് മടി കാണിക്കുന്ന പക്ഷം ഈ വൈദികരോട് വിശദീകരണം ചോദിക്കുവാനും വേണ്ടി വന്നാൽ അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുവാനും സഭാ അധികാരികൾ ഇനിയും വൈകരുതേ. കാരണം കുറെ കാലമായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പ്രതിസന്ധി നേരിടുന്ന ഏത് ഘട്ടത്തിലും സഭയെയും വിശ്വാസികളെയും പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകളും നടപടികളുമായി ഈ കൂട്ടർ എതിർപക്ഷത്തുള്ള മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ക്രൈസ്തവരുടെ പ്രതിഷേധങ്ങളുടെ മുനയൊടിച്ചുകൊണ്ടിരിക്കുന്നു. സഭയുടെ എതിരാളികൾ വെച്ചു നീട്ടുന്ന എച്ചിൽ കഷ്ണങ്ങൾ ഇത്തരം പ്രത്യക്ഷപ്പെടലുകളുടെ പിന്നിൽ ഒരുപക്ഷെ ഉണ്ടാകാം. ഇത്തരം വൈദികർ വിരലിൽ എണ്ണാവുന്നത്രയേ ഉള്ളൂ. എങ്കിലും ഇവരുടെ ക്രൈസ്തവ വിരുദ്ധ നിലപാടുകൾക്കെതിരെ ക്രൈസ്തവ സമൂഹവും ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു.